അനലോഗ് SWR മീറ്റർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ SWR ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡിജിറ്റൽ SWR മീറ്റർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. SWR ബ്രിഡ്ജ് ഇതുപോലെ പൂർണ്ണമായും മറയുന്ന രീതിയിൽ അയൺ പ്ലേറ്റ് കൊണ്ടുള്ള ഒരു കവറിംഗ് കൊടുക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഒഴിവാക്കുവാനാണ്. കൂടാതെ ഈ ഡിജിറ്റൽ SWR മീറ്റർ മൊത്തത്തിൽ ഒരു മെറ്റൽ കവറിൽ, പ്രത്യേകിച്ചും ഇരുമ്പ് കൊണ്ടുള്ള കവറിനകത്ത് വേണം ചെയ്യുവാൻ. ഇത് പഴയ ഒരു SMBSൻ്റെ ബോക്സാണ്. ഇത്തരം ഇരുമ്പ് ബോക്സുകൾ ഡിജിറ്റൽ SWR മീറ്റർ അല്ലെങ്കിൽ അനലോഗ് SWR മീറ്റർ ഉണ്ടാക്കാനായി ഉപയോഗിക്കാം. ഇതിൻ്റെ മുൻവശത്തും പുറകുവശത്തും ഓരോ അക്രിലിക് ഷീറ്റ് വെച്ച് മറച്ചിട്ട് ഡിസ്പ്ലേക്ക് ആവശ്യമായ രീതിയിൽ വെട്ടിയെടുത്താൽ ഈ ബോക്സ് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. SWR ബ്രിഡ്ജിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് ആർഡിനോ നാനോ അല്ലെങ്കിൽ ആർഡിനോ യുനോ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ SWR മീറ്ററാക്കി മാറ്റാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ആർഡിനോ നാനോയാണ്. ആർഡിനോ നാനോയിൽ നിന്നുമുള്ള ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുവാനായി 16:2 ഒരു ഡിസ്പ്ലേ വേണം. ബ്ലൂ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഗ്രീൻ ഡിസ്പ്ലേ ഉപയോഗിക്കാം. ഗ്രീൻ ഡിസ്പ്ലേ ആണ് ഈ പ്രോജക്റ്റിന് നല്ലത്. ആർഡിനോ നാനോയിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനെ കാലിബ്രേറ്റ് ചെയ്തെടുക്കണം. അവ എങ്ങനെ ചെയ്യുന്നുവെന്ന് വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കാം. അനലോഗ് SWR മീറ്റർ, ഡിജിറ്റൽ SWR മീറ്റർ എന്നിവ ഒരേ സമയം വർക്ക് ചെയ്യുന്നതിനായി ചെയ്തിരിക്കുന്ന ഒരു ടാൻഡം ബ്രിഡ്ജ് ആണിത്. ഇവയിൽ 2 സെറ്റ് വീതം 1N5711 ഡയോഡ് ഉപയോഗിച്ചിരിക്കുന്നു. അനലോഗിനായും ഡിജിറ്റലിനായും വെവ്വേറെ ഔട്ട്പുട്ടാണ് എടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് വയർ കോമൺ ആയി എടുത്തിരിക്കുന്നു. ഈ ടാൻഡം മാച്ച് കപ്ലർ SWR ബ്രിഡ്ജിൽ നിന്ന് വരുന്ന ഫോർവേഡ് വോൾട്ടേജ്, റിഫ്ലക്ടർ വോൾട്ടേജ് എന്നിവ വിവിധ തരം പ്രീസെറ്റുകളിലൂടെ കടത്തിവിട്ട് ഈ അനലോഗ് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. കാലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രീസെറ്റുകളുടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ SWR ചെയ്യുമ്പോൾ ടാൻഡം ബ്രിഡ്ജിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഡയറക്റ്റായി ആർഡിനോ നാനോയിലേക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കും. ടാൻഡം മാച്ച് കപ്ലറിൽ നിന്ന് വരുന്ന ഫോർവേഡ് വോൾട്ടേജ് അല്ലെങ്കിൽ റിഫ്ലക്ടർ വോൾട്ടേജ് എന്നിവ ആർഡിനോ നാനോയിൽ കൊടുക്കുമ്പോൾ 5 വോൾട്ട് ലെവലിൽ കൂടാതെ സൂക്ഷിക്കണം. കാലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിലാണ് മാറ്റം വരുത്തി കൊടുക്കേണ്ടത്. ഡിജിറ്റൽ SWR മീറ്റർ കാലിബ്രേഷൻ ചെയ്യുന്നതിനായി കൂടുതൽ പ്രീസെറ്റുകളൊന്നും വയ്ക്കുന്നില്ല. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂ മാറ്റി കൊടുത്താണ് ഡിജിറ്റൽ SWR മീറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഡിജിറ്റൽ SWR മീറ്റർ ഉണ്ടാക്കുമ്പോൾ ഓരോ ബാൻഡിന് വേണ്ടിയും പ്രത്യേകം കാലിബ്രേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഡിജിറ്റൽ SWR മീറ്ററിൻ്റെ ഈ പ്രോജക്റ്റിന് ആവശ്യമായ PCB ഉണ്ടാക്കുവാനായി ഇതിൻ്റെ PCB ലേഔട്ട് ഒരു A4 പേപ്പറിൽ പ്രിൻ്റ് എടുക്കുക. ഇതുപോലുള്ള 6 പ്രിൻ്റ് ഒരു പേപ്പറിൽ കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒരു പീസ് മുറിച്ചെടുക്കുക. ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റ് എടുത്ത് അതിൽ അയൺ ബോക്സ് ചൂടാക്കി ഈ ലേഔട്ട് ഇതിലേക്ക് പതിപ്പിക്കുക. പിന്നീട് ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഈ PCB എച്ച് ചെയ്തെടുക്കാം. ഈ PCB ലേഔട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു PCB ആണിത്. ഇതിൽ ഈ 16x ഡിസ്പ്ലേ ഇവിടെ ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഈ PCBയിൽ SWR പവർ മീറ്ററിനായി ഉപയോഗിക്കുന്നത് ഒരു ആർഡിനോ നാനോ, ഒരു ബസർ, 5 വോൾട്ട് റെഗുലേറ്റർ, 2 ട്രാൻസിസ്റ്റർ, പിന്നെ ഏതാനും റെസിസ്റ്റർ, കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഈ ഡിജിറ്റൽ SWR പവർ മീറ്റർ ഉണ്ടാക്കിയെടുക്കാം. പഴയ SMBS ബോക്സിൽ ഡിജിറ്റൽ SWR പവർ മീറ്ററിന് ആവശ്യമായ രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഡിസ്പ്ലേ ഉണ്ട്. ബാക്കി 3 പുഷ് ബട്ടണും 2 ടോഗിൾ സ്വിച്ചും. അതിൻ്റെ ഉപയോഗം പറയാം. 2 കണക്റ്റേഴ്സ് വെച്ചിരിക്കുന്നു. ഒരെണ്ണം റേഡിയോയിൽ നിന്ന് വരുന്ന പവർ ഇത് ആൻറ്റിനയിലേക്ക് പോകുന്നു. റേഡിയോ ഇൻ, ആൻറ്റിന ഔട്ട്. കാലിബ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ഇത് തമ്മിൽ അങ്ങോട്ട് മാറിപ്പോയാലും കുഴപ്പമില്ല. പക്ഷേ അതിനുശേഷം ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം റേഡിയോ ഇന്നായിട്ടും മറ്റൊരെണ്ണം ആൻറ്റിന ഔട്ടായിട്ടും സെലക്ട് ചെയ്ത് വെക്കണം. ഇതിന് ആവശ്യമായ 12 വോൾട്ട് DC
പവർ സപ്ലൈ കൊടുക്കുവാനുള്ള ഒരു സോക്കറ്റും വെച്ചിരിക്കുന്നു. SWR പവർ മേറ്റിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. PCB, ആർഡിനോ നാനോ, ഇവിടെയാണ് SWR ബ്രിഡ്ജ്. SWR ബ്രിഡ്ജ് ഒരു അയൺ ബോക്സിനകത്ത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉൾവശം നമുക്കൊന്ന് കാണാം. IN 5711 ഡയോഡ് ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നു. ഒരു വശം ഫോർവേഡ് വോൾട്ടേജായും മറുവശം റിഫ്ലക്റ്റർ വോൾട്ടേജായും സെലക്ട് ചെയ്യാം. ടാൻഡം മാച്ച് കപ്ലർ തന്നെയാണിത്. ഇനി ഈ ആർഡിനോയിൽ പ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രോഗ്രാം ചെയ്യുന്നതിനായി പ്രോഗ്രാം കേബിൾ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുക. ഈ ആർഡിനോ നാനോയിൽ പ്രോഗ്രാം ചെയ്യുന്നതിനായി കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ കണക്ട് ചെയ്യുക. ആർഡിനോ കണക്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് ആർഡിനോ ഡിറ്റക്റ്റ് ആവാതിരിക്കും. അപ്പോൾ പോർട്ട് മാറ്റി കണക്ട് ചെയ്യുക. ആ പോർട്ടിലും ആയിട്ടില്ലെങ്കിൽ മറ്റൊരു പോർട്ടിൽ കണക്ട് ചെയ്യുക. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ പോർട്ടിൽ സെൻസ് ആയില്ലെങ്കിൽ ആദ്യം സെൻസ് ആവാത്ത പോർട്ടിൽ മാറ്റിയിട്ടാൽ മതിയാവും. അപ്പോഴത് സെൻസ് ആവുന്നതായിരിക്കും. എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബ്ലിങ്ക് പ്രോഗ്രാം കൊടുത്ത് കഴിഞ്ഞപ്പോൾ അപ്ലോഡ് ആയതിനു ശേഷം 16:2 ഡിസ്പ്ലേ ബ്ലിങ്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആർഡിനോ നാനോ പ്രോഗ്രാമിന് സജ്ജമാണ്. ഇത് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായ സ്കെച്ച് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ ON7EQ SWR പവർ മീറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആർഡിനോ RF പവർ ആൻഡ് SWR മീറ്റർ, ഈ ആർട്ടിക്കിളിൽ കാണുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ SWR പവർ മീറ്റർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മോണിമാച്ച് ടൈപ്പ് SWR ബ്രിഡ്ജാണ്. ടാൻഡം മാച്ച് ബ്രിഡ്ജ്, ബ്രൂണെ ബ്രിഡ്ജ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മോണിമാച്ച് ടൈപ്പ് SWR ബ്രിഡ്ജ് വളരെ ഫ്രീക്വൻസി സെൻസിറ്റീവാണ്. അതുകൊണ്ട് ഓരോ ബാൻഡിന് വേണ്ടിയും പ്രത്യേകം കാലിബ്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രോഗ്രാം ചെയ്തു കഴിയുമ്പോൾ ഡിസ്പ്ലേയിൽ ഇതുപോലെ കാണിക്കും. പവർ, SWR, ബാൻഡ്, അതുപോലെ dB ലെവലിലുള്ള പവർ ലെവൽ. അതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ഇറ്റ് ഹിയർ. ഇതിൽ നോക്കുമ്പോൾ ഈ കാണുന്നതാണ് ഇതിന് ആവശ്യമായ ഫേംവെയർ. ഈ സോഫ്റ്റ്വെയർ പല ബാൻഡുകൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറാണ്. അതിൽ നിന്നും നമുക്ക് ഏതാണോ വേണ്ടത് അതിനെ മാറ്റി എടുക്കണം. ഈ കാണുന്ന സോഫ്റ്റ്വെയർ ആർഡിനോ IDEയിലേക്ക് കോപ്പി ചെയ്യുക. അതിനായി ആർഡിനോ IDE ഓപ്പൺ ചെയ്യുക. ആർഡിനോ IDE ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നു. ഇതിലുപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർഡിനോ IDE 2.3.3 ആണ്. നമ്മൾ SWR പവർ മീറ്റർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ കുറച്ച് പഴയ സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയർ ആർഡിനോ IDEയുടെ ലേറ്റസ്റ്റ് വേർഷനിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ പഴയ ഒരു വേർഷൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം നമുക്ക് ആവശ്യമില്ല. ഡിഫോൾട്ട് പ്രോഗ്രാം വേണ്ട. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമുക്ക് ആവശ്യമുള്ള SWR പവർ മീറ്ററിൻ്റെ സോഫ്റ്റ്വെയർ അതിലേക്ക് കോപ്പി ചെയ്യുക. Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്യുക. ശേഷം കോപ്പി ചെയ്യുക. ആർഡിനോ IDE ഓപ്പൺ ചെയ്ത് അതിലേക്ക് പ്രോഗ്രാം പേസ്റ്റ് ചെയ്യുക. ഇതിലിപ്പോൾ 885 ലൈൻസ് പ്രോഗ്രാം കാണുന്നുണ്ട്. ഇതിൻ്റെ ബോർഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആർഡിനോ നാനോ ആണ്. ഈ പ്രോഗ്രാം ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കുക. പ്രോഗ്രാം കമ്പൈൽ ആവുന്നുണ്ട്. എന്തെങ്കിലും കമ്പൈൽ എറർ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. കമ്പൈൽ എറർ ഒന്നുമില്ല. ഡൺ കമ്പൈലിംഗ് എന്ന് കാണുന്നുണ്ട്. ഇനി ഈ പ്രോഗ്രാം SWR മീറ്ററിൻ്റെ ആർഡിനോ നാനോയിലേക്ക് അപ്ലോഡ് ചെയ്യാം. SWR പവർ മീറ്ററിൻ്റെ സ്കെച്ച് വെരിഫൈ ചെയ്ത് നോക്കി. വെരിഫിക്കേഷൻ ഓക്കെ. അതിനുശേഷം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും കമ്പൈലിംഗ് സ്കെച്ച് സ്റ്റാർട്ടാവും. അപ്ലോഡ് ഇപ്പോൾ അബോട്ടായിരിക്കുന്നു. എന്താണെന്ന് നോക്കാം. ഇതിൽ ആർഡിനോ നാനോ ഇവിടെ പോർട്ട് സെലക്ട് ചെയ്തിട്ടില്ല. പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രോസസ്സർ അറ്റ്മെഗ 328p ആണ് കിടക്കുന്നത്. അത് അറ്റ്മെഗ 328p ഓൾഡ് ബൂട്ട് ലോഡർ എന്ന് സെലക്ട് ചെയ്യുക. വീണ്ടും അപ്ലോഡ് ചെയ്യുക.
കമ്പൈനിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. കമ്പൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്ലോഡിങ് സ്റ്റാർട്ടായി. അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി. പ്രോഗ്രാം സക്സസ്. പാരാമീറ്റേഴ്സ് അത് കാണുന്നു. പവർ കാണുന്നുണ്ട്, DPM ലെവൽ കാണിക്കുന്നുണ്ട്, SWR കാണുന്നുണ്ട്, ഏത് ബാൻഡിലാണ് ഇപ്പോൾ കിടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, ഇത് പീക്ക് DPM സെലക്ട് ചെയ്യുന്നുള്ള സ്വിച്ചാണ്. ഇത് ബാൻഡ് സെലക്ട് ചെയ്യുന്ന സ്വിച്ചാണ്. ഇത് മാറുന്നതനുസരിച്ച് ബാൻഡ് മാറുന്നതാണ്. ആർഡിനോ നാനോയിൽ പ്രോഗ്രാം സക്സസ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാൻഡ് മാറ്റുന്ന സ്വിച്ച്, ബാൻഡ് സെലക്ഷൻ. ഇപ്പോൾ ഈ പ്രോഗ്രാമിനുള്ളിൽ HF ഹൈ ഫ്രീക്വൻസിക്ക് വേണ്ടിയുള്ള വാല്യൂ എനേബിൾ ചെയ്തിട്ടില്ല. അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഈ പ്രോഗ്രാമിനുള്ളിൽ 399 നമ്പറിലാണ് ബാൻഡ് സെലക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഒറിജിനലി ഇതിൻ്റെ ബാൻഡ് സെലക്ഷൻ 1 ആണ് ഇരിക്കുന്നത്. അതിനെ മാറ്റി 0 എന്ന് കൊടുക്കുക. വീണ്ടും അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ HF ബാൻഡ് കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പീക്ക് ടു ബീപ്പ്, ബീപ്പ്, DPM എന്നിവ മാറുന്നുള്ള സ്വിച്ചാണിത്. ടെസ്റ്റിങ്ങിന് ആവശ്യമായ രീതിയിൽ കണക്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇത് ആൻറ്റിനയിലേക്ക് പോകുന്നു. ലീനിയർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് SWR പവർ മീറ്റർ കൊടുത്തിരിക്കുന്നു. കേബിൾ വളയുന്നില്ല, വേറൊരു കേബിൾ ഇട്ട് കൊടുക്കാം. SWR മീറ്ററിൽ 12 വോൾട്ട് പവർ സപ്ലൈ കൊടുത്തു. ശേഷം ഓൺ ചെയ്യാം. SWR മീറ്ററിൽ റീഡിങ് ക്ലിയർ കാണിക്കുന്നു. ഇതിപ്പോൾ QRB16 മീറ്റർ. അതിനെ HFലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ HFലാണ് ഇരിക്കുന്നത്. HFൽ എത്ര പവർ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ റേഡിയോ ഓൺ ചെയ്തിരിക്കുന്നു. QRP മോഡിലാണുള്ളത്. LCD ഡിസ്പ്ലേ, ബാക്ക് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഒരു പവർ അപ്ലൈ നോക്കാം. ഇപ്പോൾ ഇതിൽ പവർ 1.5 വരെ കാണിക്കുന്നു. കൂടാതെ SWR 1 കാണിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല. QRP മോഡിൽ ഇത് ടെസ്റ്റ് ചെയ്തു. ഇനി ലീനിയർ ആംപ്ലിഫയർ ഓൺ ചെയ്തിട്ടുണ്ട്. ലീനിയർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എത്ര വരുന്നു എന്ന് നോക്കാം. 16 ആണ് കാണിക്കുന്നത്. ഇതിൽ കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഹൈ പവർ മോഡിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. 23, 25 അങ്ങനെ മാറി മാറി കാണിക്കുന്നു. ഇത് കാലിബ്രേഷൻ ചെയ്യാത്തതുകൊണ്ടാണ് വളരെ കുറഞ്ഞ വാല്യൂ കാണിക്കുന്നത്. ഇനി ഈ മീറ്റർ നമുക്കൊന്ന് കാലിബ്രേറ്റ് ചെയ്തെടുക്കാം.